സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കാണും എന്ന വാർത്തയുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ P. രാജീവ്, R. ബിന്ദു എന്നിവരാണ് ഗവർണറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. സർക്കാർ പാനലിൽ നിന്ന് VCയെ നിയമിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് പാലിക്കണമെന്ന് മന്ത്രിമാർ നേരിട്ട് ഗവർണറോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ചന്തു ചന്ദ്രശേഖർ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താൻ ചാൻസലർ തീരുമാനിച്ചെങ്കിലും അയക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ മന്ത്രിമാർ, പ്രത്യേകിച്ച് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേരിട്ട് കാണുകയാണ്. നോക്കൂ, സാങ്കേതിക ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും ഈ താൽക്കാലിക VCമാരെ വീണ്ടും പുനർനിയമിച്ചുകൊണ്ട് ചാൻസലർ ഒരു പ്രകോപനം കൂടി നടത്തിയിരിക്കുകയാണ്. പക്ഷേ സർക്കാർ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ സർക്കാർ നൽകുന്ന പട്ടിക അത് പരിശോധിക്കുകയെങ്കിലും വേണം എന്നുള്ള ഒരു ആവശ്യം മന്ത്രിമാരെന്തായാലും ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണറുടെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ് P. രാജീവും R. ബിന്ദുവും രാജ്ഭവനിൽ എത്തുന്നത്? ചന്തു. ബിനിൽ, സർവകലാശാലകളുടെ വിഷയത്തിൽ ഇതിങ്ങനെ പോകാൻ പാടില്ല, ഇതിങ്ങനെ പോകാൻ അനുവദിക്കേണ്ട എന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നത്. കാരണം ഇത് കുറച്ച് അധികം നാളായി ഗവർണർ സർക്കാർ ഒരു പോരിലേക്കും അത് അനുനയ ചർച്ചകൾ നടക്കുമ്പോഴും അത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനം പ്രധാനമായും സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കത്ത് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് നൽകിയിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ഗവർണർ ഈ താൽക്കാലിക നിയമനം നേരത്തെ ഉണ്ടായിരുന്നവരെ തന്നെ വീണ്ടും പുനർനിയമിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു ഉത്തരവിറക്കിയത്. അതെന്തായാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല എന്ന കാര്യത്തിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ രാജ്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അത് വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സർക്കാർ നൽകിയത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മന്ത്രിമാരായ R. ബിന്ദു, മന്ത്രി രാജീവ് എന്നിവർ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കാണുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ സർവകലാശാലയിലെ സ്ഥിരം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിമാർ ഉന്നയിക്കും. മാത്രമല്ല, സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് തന്നെ ഈ VCമാരെ നിയമിക്കണമെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും മന്ത്രിമാർ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ബില്ലുകൾ, സ്വകാര്യ സർവകലാശാല ബില്ലുകൾ അടക്കം ഗവർണറുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ആ ബില്ലുകളുടെ കാര്യത്തിൽ കൂടി ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സർവകലാശാല വിഷയത്തിൽ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ഇപ്പോൾ ഈ ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ ആധാരമാക്കിയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നതെങ്കിലും ഗവർണർ ഇപ്പോൾ പറയുന്നത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ നിയമനം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും സുപ്രീം കോടതി വിധിയിലെ ഒരു ഖണ്ഡിക അടർത്തിയെടുത്താണ് അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭരണ പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചാൻസലർ വീണ്ടും പുനർനിയമനം ഡോക്ടർ സിസ തോമസിന് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് രാജ്ഭവനുമായി ബന്ധപ്പെടുന്ന വൃത്തങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നിയമമന്ത്രി P. രാജീവ് അടക്കം പറയുന്നത്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.